വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പങ്കെടുക്കില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ഉറപ്പുവരുത്താത്തതിനാലാണ് പങ്കെടുക്കാത്തത് എന്നാണ് വിശദീകരണം. തുറമുഖ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും ശശി തരൂർ MP പറഞ്ഞു. സലീം മാലിക് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, ഈ വിഴിഞ്ഞം തുറമുഖത്തെ ചൊല്ലി ഇതിനകം തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്താണ് ശശി തരൂർ MPയുടെ വിശദീകരണം? കീർത്തന, ഈ വിഷയത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ചരക്ക് കപ്പൽ വന്ന ചരിത്ര ദിവസം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയൊക്കെയാണ് ആ രാഷ്ട്രീയ ആരോപണങ്ങൾ കൊഴുക്കുന്നത്. അതിനിടയിലാണ് പരിപാടിയിൽ ഈ സ്ഥലം MP കൂടിയായ ശശി തരൂർ പങ്കെടുക്കില്ല എന്ന് വിശദീകരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ താൻ ഒരു തരത്തിലും വിഴിഞ്ഞം പദ്ധതിക്കെതിരല്ല, ആ കമ്പനിക്കോ ആ പദ്ധതി നടത്തിപ്പിനോ എതിരല്ല. എല്ലാവിധ പിന്തുണയും ഒരു MP എന്ന നിലയിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വ്യക്തമായ കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ വാസികൾക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 10 മാസം മുൻപ് തുറമുഖത്തേക്ക് ആദ്യ കപ്പലെത്തിയപ്പോൾ അതിന്റെ സ്വീകരണ ചടങ്ങിൽ താൻ പങ്കെടുത്തതാണ്. ആ ചടങ്ങിൽ വെച്ച് തന്നെ പല വാഗ്ദാനങ്ങളും നടപ്പിലാക്കണം എന്ന് സർക്കാരിനോട് പറയുകയും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ അതിന് അനുകൂലമായ സമീപനം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പലതും ഇപ്പോഴും നടപ്പിലാക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ഇതൊന്നും നടപ്പിലാക്കാതെ ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അനൗചിത്യമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് താൻ മാറി നിൽക്കുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങളിൽ ഒരു MP എന്ന നിലയിൽ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ശശി തരൂർ അറിയിക്കുന്നു. കീർത്തന, ശരി. വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പൽ സ്വീകരിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP പങ്കെടുക്കില്ല. വിവരങ്ങളാണ് സലീം മാലിക് നൽകിയത്.